നമസ്കാരം, അഭിജിത്താണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ദിവസങ്ങളായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ ചുറ്റിപ്പറ്റി കുറേയേറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് ഒഫീഷ്യൽ റിവ്യൂ വീഡിയോസ് ചെയ്തിടാറില്ലെങ്കിലും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ സ്റ്റോറിയായിട്ടൊക്കെ ഇടുന്ന ഒരാളാണ് ഞാൻ. അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഈ വലിയ വലിയ സ്റ്റോറീസിന് മുൻപ് തന്നെ എമ്പുരാനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതി മോഹൻലാൽ എന്ന കേരളത്തിൻ്റെ മഹാനടൻ അഭിനയിച്ച എമ്പുരാൻ ഒരു വലിയ ദൃശ്യവിരുന്ന് തന്നെയാണ്. മലയാള സിനിമ ഇന്ന് വരെ കടന്നു ചെല്ലാത്ത രീതിയിലുള്ള ഒരു അത്യപാര മേക്കിംഗ് ആണ് എമ്പുരാൻ്റേതെന്ന് ഏതൊരു സിനിമാ ആസ്വാദകനും നിസ്സംശയം പറയുവാൻ സാധിക്കും. പിന്നീട് എമ്പുരാനെക്കുറിച്ചുള്ള ചില വ്യക്തികളുടെയെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷന് പല പല കാരണങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുകയും ചെയ്യുന്നു. എമ്പുരാനെ സംബന്ധിച്ച് ഇതൊരു സ്റ്റീഫൻ നെടുമ്പള്ളി ഷോ അല്ല, ഇതൊരു മോഹൻലാൽ സ്റ്റാറർ ഷോ അല്ല. ഇത് വേറെ ഒരു പ്ലോട്ട് ക്യാൻവാസാണ്. അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു വലിയ നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ക്യാൻവാസാണ്. അവിടെ നമ്മൾ ഒരു പക്ഷേ നായകനെ ചുറ്റിപ്പറ്റി മുണ്ടുമടക്കി കുത്തുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആക്ഷൻ രംഗങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവാം, പഞ്ച് ഡയലോഗുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മോഹൻലാൽ സ്പെക്ടാക്കുലർ ഷോ നിങ്ങൾക്ക് ചിലപ്പം മിസ്സായിട്ടുണ്ടാവാം. സെയ്ദ് മസൂദിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയിൽ അബ്രാം ഖുറേഷി ഒരു ഭാഗം മാത്രമേ ആയിപ്പോയുള്ളൂ എന്ന് പറയുന്നവരുണ്ടാവാം. ഇതൊന്നും കൂടാതെ ഒരു 1-to-1 വില്ലൻ ലൈക്ക് ബോബി, ലൂസിഫറിലെ ബോബിയെ പോലെ ഒരു 1-to-1 വില്ലൻ ത്രൂ ഔട്ട് മോഹൻലാലിന് ഇല്ലായിരുന്നു. അബ്രാം ഖുറേഷി ചുരുങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു ഗൂസ് ബം മൊമെൻറ്റ്സ് ഉണ്ടായില്ല എന്നൊക്കെ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഒരു ക്യാൻവാസും ഈ ചിത്രത്തിൻ്റെ ഒരു പ്ലോട്ട് ഏരായും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് ഒരു 3 ഫിലിം ഫ്രാഞ്ചൈസിലെ ലൂസിഫറിൻ്റെ സീക്വലായി വന്നുവെങ്കിലും ഇതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും ഒന്നുകൂടി അഭികാമ്യം എന്ന് തോന്നുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുന്നു. പക്ഷേ എമ്പുരാൻ പോലെ ഒരു ചിത്രം മലയാളത്തിൽ ഉണ്ടായത് മലയാള സിനിമയുടെ തന്നെ നിർണായകമായിട്ടൊരു വഴിത്തിരിവാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതിനൊരു സെപ്പറേറ്റ് ഫിലിമായി കണ്ട് അതിൻ്റെ മേക്കിംഗ് കണ്ട് മാർവൽ ചെയ്യാൻ മാത്രമാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ലൂസിഫർ എന്നുള്ളൊരു ചിത്രത്തിനെ മുൻനിർത്തി നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ see it as a separate film, see it as a film that is made with so much of magnificence. ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു മേക്കിംഗ് തന്നെ മലയാളികൾക്ക് അത്ഭുതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ചിത്രത്തെക്കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കിടക്കുന്നു. എമ്പുരാൻ എന്ന ചിത്രം ഇപ്പം വാർത്തകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്കറിയാം. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ പ്രമേയം ചുറ്റിപ്പറ്റി ഒരുപാട് രാഷ്ട്രീയ വിമർശനങ്ങളും ഒരുപാട് ഡിസ്കഷൻസും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഡിസ്കഷൻസ് ഇളക്കിവിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ഏടുകളും എല്ലാ വശങ്ങളും ഒരുപോലെ എടുത്ത് അവതരിപ്പിക്കാൻ ഒരു ചിത്രത്തിന് സാധിച്ചു എന്ന് വരില്ല. ഇതിലെ സയ്യിദ് മസൂദിൻ്റെ കഥയിൽ ഉണ്ടാകേണ്ട ഭാഗങ്ങൾ മാത്രമാണ് കഥയിൽ അവതരിപ്പിച്ചത്. ഇതൊരു ഫിക്ഷനോ ഡോക്യുമെൻ്ററിയോ ഒന്നുമല്ല. ഒരു വശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കണം എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാകും. എന്നാൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ഇതിലെ പ്രിയദർശിനി രാംദാസിൻ്റെ കഥാപാത്രം ചിത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ, നമ്മളെ അവർ ഭയപ്പെട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോകത്തെ ശാന്തിയും സമാധാനവും കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നേരെ വരും. അതെ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, തങ്ങളുടെ ഭാഗത്തെ ശരി ഈ ലോകത്തിന് അറിയാമെങ്കിൽ ആരും ഇത്ര കണ്ട് ലഹള കൂട്ടേണ്ട യാതൊരു ആവശ്യവും ഇതിൻ്റെ പുറകിൽ ഇല്ല. ഒരുപാട് ചിത്രങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളെയും പല രാഷ്ട്രീയ സംഭവങ്ങളെയും വിമർശിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. നമ്മൾക്കിടയിൽ ഇറങ്ങിയ കേരള ഫയൽസ് പോലുള്ള മനോഹരമായ ചിത്രങ്ങളുടെ ഇതിവൃത്തം കണ്ടപ്പോൾ ആർക്കും ഉണരാതിരുന്ന മതപരമായിട്ടുള്ള വികാരങ്ങളൊക്കെ എന്തുകൊണ്ട് എമ്പുരാൻ എന്നുള്ള ചിത്രം, കേരള സ്റ്റോറി എന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഉണ്ടായപ്പോൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. സോ ചിലരെ തൊട്ടാൽ മാത്രം ഇവിടെ പ്രശ്നം. പിന്നീട്
ഇതിൽ മോഹൻലാൽ എന്നുള്ളൊരു മഹാനടൻ മാപ്പ് പറഞ്ഞു. ആ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ എന്ന് പറയുന്ന നടനൊക്കെ നേരെ നടക്കുന്ന ആക്രമണവും നമ്മൾ കാണുന്നതാണ്. കാലാപാനി എന്നുള്ള ചിത്രത്തിൽ ഒരു രംഗമൊക്കെ എടുത്ത് വളരെ മനോഹരമായിട്ട് വിമർശനത്തിൻ്റെ പടുകൂറ്റൻ ശ്രേണികളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യരും നമ്മളുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒരു നടനോ ഒരു എഴുത്തുകാരനോ ഒരു സംവിധായകനോ മാത്രമല്ല, ആ ചിത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ട്, എസ്പെഷ്യലി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. സോ ഈ ചിത്രം അങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ അത് അവരോട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെ ചില പുനർചിന്തകൾ നടത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള പലർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിത്രത്തിൻ്റെ ഏകദേശം 2 മിനിറ്റ് ചില്വാനത്തോളം കട്ട് ചെയ്ത് പുതിയ എഡിറ്റഡ് വേർഷൻ ഇറക്കി എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു വലിയ ഡിസ്കഷനെ ഇളക്കിവിടാൻ, ഇന്ത്യയുടെ ചരിത്രത്തെ നമുക്ക് മുമ്പിൽ വീണ്ടും എത്തിക്കാൻ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മുരളി ഗോപി എന്ന എഴുത്തുകാരനും എമ്പുരാൻ എന്ന ചിത്രം സൃഷ്ടിച്ച പൃഥ്വിരാജും മോഹൻലാലും എല്ലാം വിജയിച്ചു കഴിഞ്ഞു. മോഹൻലാൽ എന്ന ഇതിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച നടൻ കാണാതെ ഈ ചിത്രം പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത്രമാത്രം വിഡ്ഢികളാണോ മലയാളി പ്രേക്ഷകരായ നമ്മൾ? ആരെങ്കിലും മോഹൻലാൽ കണ്ട് മോഹൻലാലിൻ്റെ അറിവോടെ, എല്ലാവരുടെയും അറിവോടെ തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ഇത്രമാത്രം വലിയ ഒരു വിപ്ലവം ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ആ നടൻ വിശ്വസിച്ച് കാണില്ല, ചിന്തിച്ചിട്ടും ഉണ്ടാവുകയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് ഇടിഞ്ഞു പോകുന്നതല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ പടുത്തുയർത്തിയ അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത്. മലയാള സിനിമ എന്നുവരെയുണ്ടോ അന്ന് വരെ മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ്റെ പേര് ഇവിടെ തന്നെ ഉണ്ടാകും. അദ്ദേഹം നൽകിയ സിനിമകളിലൂടെ അദ്ദേഹം അനശ്വരനായി ജീവിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു വിവാദമോ ഒരു ഖേദപ്രകടനവും കൊണ്ട് ഇല്ലാതാവുന്നതല്ല മലയാള സിനിമയോ മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള മോഹൻലാലോ എന്ന് എല്ലാവരും ഓർക്കുക. മുരളി ഗോപി എന്ന് പറയുന്ന ഈ ചിത്രത്തിൻ്റെ എഴുത്തുകാരൻ പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടതുപോലെ ജയൻ മാപ്പ് പറയൂല എന്ന് പറഞ്ഞ് ഇതുവരെയും തൻ്റെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്താതെ നിൽക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക, സത്യത്തിൽ ഇവിടെ ആരാണ് വിജയിച്ചത്? ഇന്ത്യയുടെ ചരിത്രത്തെ, പലരും പറയാൻ മടിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് എമ്പുരാൻ. ഓരോരുത്തരും ഇന്ന് ഗുജറാത്തിൽ നടന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. ഓരോരുത്തരും ഇന്ന് അതിൻ്റെ പിന്നിലുള്ളതും അതിന് ഭാഗമായിട്ടുള്ളതുമായിട്ടുള്ള ചരിത്രം തേടിപ്പോകുന്നു. ഗോത്ര പോലെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഈ ചിത്രത്തിന് വേണ്ട ചരിത്ര പശ്ചാത്തലം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇതൊരു ഫിക്ഷനാണ്. ഇതിൽ ലോജിക് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ആ വശവും ഈ വശവും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുക. സോ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഡിസ്കഷൻസ് കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് പലരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിത്രത്തിന് പിന്നാലെ നടന്ന് വർഗീയവാദം അഴിച്ചുവിടുമ്പോൾ, ലഹളകൾ അഴിച്ചുവിടുമ്പോഴത്തേക്ക് ചിത്രം വീണ്ടും വീണ്ടും മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിൽ ഏത് രാഷ്ട്രീയമാണോ നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്, ആ രാഷ്ട്രീയം വീണ്ടും വീണ്ടും ജനസമൂഹത്തിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത കൊച്ചു കുട്ടികൾ പോലും ഇന്ന് എന്താണ് ഗുജറാത്തിലെ നടന്ന പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ ചിത്രം വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വേട്ടയാടപ്പെടുന്നവർ എപ്പോഴും തങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുതരുന്ന ഒരു വലിയ കൊടുവാളുണ്ട്. ആ വാൾ നമ്മുടെ മുമ്പിലേക്ക് ഇടാനും അതുവഴി ഒരു വലിയ ഡിസ്കഷൻ പടുത്തുയർത്തുവാനും എമ്പുരാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എമ്പുരാൻ നൽകുന്ന രാഷ്ട്രീയം. അത് തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയവും. അവിടെ മുരളി ഗോപിയും പൃഥ്വിരാജും ഒക്കെ വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ സമർത്ഥമായി അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നോളൂ, നിങ്ങൾ ലഹളകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നോളൂ, വർഗീയവാദം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നോളൂ. ഈ നാട് മുഴുവൻ ഈ നാടിൻ്റെ ചരിത്രം തിരയട്ടെ. ഈ നാട് മുഴുവൻ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ചെയ്തികൾ അതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇതിനിടയിലൂടെ എമ്പുരാൻ എന്നുള്ള ചിത്രം വിജയപാതയിലൂടെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കൊച്ചി രാജാവ് എന്നുള്ള സിനിമയിൽ ജഗതി കടന്നു വരുന്ന ഒരു സീനുണ്ട്. ഒരു ലോറിപ്പുറത്ത് കാറിലൊക്കെ വന്നിട്ട് അവിടെ അടികൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, എടാ മണ്ടന്മാരെ, എൻ്റെ കൊച്ചുമോൻ അവളെയും കൊണ്ട് പോയി എന്ന് പറയുന്ന രംഗമുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നിങ്ങൾ പരസ്പരം തല്ലുകൂടിക്കോളൂ, ലഹളകൾ അഴിച്ചു വിട്ടോളൂ. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം രാജകീയമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗ് വേർഷൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എഡിറ്റ് ചെയ്യപ്പെടാത്ത വേർഷൻ കാണാനുള്ള ജനത്തിരക്കാണെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യപ്പെട്ട വേർഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടായെന്ന് അറിയാനുള്ള ജനത്തിരക്കായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുവഴി ഉണ്ടാകുന്നത് റെക്കോർഡുകളാണ്. മലയാള സിനിമയുടെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നേ പറയുവാനുള്ളൂ, സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ വെല്ലുവിളികളെ, കൂടുതൽ
ലഹളകളെ. കാരണം അതിന് നടുവിലൂടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് സുവർണ ലിപികളിൽ, ചരിത്രത്തിന്റെ താളുകളിൽ മലയാള സിനിമയുടെ പേര് എഴുതി ചേർത്തുകൊണ്ട് എമ്പുരാൻ മുൻപോട്ട് നടന്ന് നീങ്ങുകയാണ്. രാഷ്ട്രീയം ചർച്ചയാക്കി ഈ മഹാരാജ്യത്തുള്ള മനുഷ്യരെ നമ്മുടെ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും ബോധവാന്മാരാക്കിക്കൊണ്ട് നമ്മൾ അറിയേണ്ട സത്യം നമുക്ക് മുമ്പിലൂടെ തുറന്നു നൽകി ആ ഇലുമിനാറ്റി ഇന്നും വേദി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ മുന്നേറുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ കൂടെ നിൽക്കുക. ഇത് മലയാള സിനിമയുടെ വിജയമാണ്, ഇത് ചരിത്രമാണെന്ന് മനസ്സിലാക്കുക, മുൻപോട്ട് പോവുക. നന്ദി, നമസ്കാരം.